മേല് കഴുകി ആ എടുത്ത ഡ്രസ്സൊക്കെ ഇട്ടു. സ്കിന്നൊക്കെ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയിരിക്കുകയാണ്. ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഒരുമിച്ച് ചെയ്തു തുടങ്ങാം കേട്ടോ. കുറച്ച് പേരാണെങ്കിലും പറഞ്ഞു മേക്കപ്പ് ഇല്ലാതെയും മേക്കപ്പ് ഉള്ളതും ചെയ്യാവോന്ന്. ഞാൻ ഉപയോഗിക്കുന്ന കൂടുതൽ കാര്യങ്ങളും മേക്കപ്പിനുള്ളതാണെന്ന് പറയാൻ പറ്റില്ല. പകുതി മേക്കപ്പിനുള്ളതും പകുതി നമ്മുടെ സ്കിന്നിന് വേണ്ടതുമാണ് കേട്ടോ. എൻ്റെ സ്കിന്ന് അടുത്ത് നോക്കിയാൽ കാണാം കുറേ കുത്തുമുണ്ടോ, പാടുകളുണ്ട്, കുരു. ഇപ്പോൾ പീരീഡ്സ് ലേറ്റായിട്ട് അങ്ങനെ പീരീഡ്സിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. 2 മാസം എനിക്ക് പീരീഡ്സ് വന്നിട്ടില്ല കണ്ടോ. അപ്പോൾ പീരീഡ്സിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ, കുരുക്കളൊക്കെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്, നമുക്ക് ഏതാണ് സ്കിന്നിന് ആദ്യം വേണ്ടത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. മറ്റുള്ളവർ ഡോക്ടേഴ്സൊക്കെ ചിലപ്പോൾ പറയും, പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൽ നമുക്ക് ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും കൂടുതൽ, അതായത് സ്കിന്നിന് ആവശ്യമുള്ളത്, മേക്കപ്പ് അല്ല, സ്കിന്നിൻ്റെ കംപ്ലൈൻറ്റ് ഏതാണോ, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡേ ടൈമിൽ ഉപയോഗിക്കണമെങ്കിൽ അതായിരിക്കണം ആദ്യം ഇടേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു സാധനത്തിനെ കുറിച്ച് ഞാനന്ന് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഒച്ചില്ലേ, ഒച്ച് പോകുമ്പോൾ കുറച്ച് ഇങ്ങനെ ഒരു വെള്ളം പോലെ തണ്ടിട്ടുണ്ട്. ആ സംഭവം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു എസെൻസ് ആണിത്. ഒരു സിറം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഇത് ഒരുപാട് പേര് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. റിവ്യൂ ഇട്ടതുകൊണ്ട് ഞാനിത് ഉപയോഗിച്ച് 1 മാസം കഴിയാതെ ഞാൻ റിവ്യൂ ഇടത്തില്ല. ഇട്ടിട്ട് എനിക്ക് കുറച്ച് മാറ്റമുണ്ട്. പക്ഷെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു എന്നൊക്കെ പറയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയുന്നില്ല. ഇതാണ് ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത്. ഇത് കുറച്ചെടുക്കുക. ഞാൻ കൈ കൊണ്ട് തന്നെ ഇട്ട് ഉപയോഗിക്കണം. എനിക്ക് മേക്കപ്പ് ബ്രഷൊക്കെ ഒന്നും പറ്റണില്ല. എന്താണെന്നാവോ, അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു 3 ഡ്രോപ്പ് മതി കേട്ടോ. ഞാൻ എല്ലായിടത്തും കൂടി ഒരു 3 ഡ്രോപ്പാണ്. ഇത് നമുക്ക് ആദ്യം വരുമ്പോൾ ഭയങ്കര അറപ്പ് തോന്നും കേട്ടോ. ഇതിങ്ങനെ ബ്ലാ 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 പോലെ ഇരിക്കണ, അതിങ്ങനെയാണ്. മറ്റുള്ള സിറം പോലെ അല്ല, കുറച്ചുകൂടി ഒരു ഒട്ടലുണ്ട് ഇതിന്. ഞാൻ എപ്പോഴും കൈ കൊണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ നമ്മളെപ്പോഴും ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ തടവുന്നത് നല്ലതെന്ന് പറയും. പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. കണ്ട ഡബിൾ ചിന്നൊക്കെ വരാതിരിക്കാൻ നല്ലതെന്ന് പറയുന്നത്. അപ്പം ഇതിങ്ങനെ ഇത് വരട്ടുക. വരട്ടിയിട്ട് അതിൻ്റെ മുകളിൽ വാശേരിയാണ്. ഇവിടെ ഫാനൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്നൊരു വലിച്ചിൽ വരുമല്ലോ. ഒരു 1-2 സെക്കൻഡ് മതി. ഈ സാധനം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉപയോഗിക്കാം. ഒരു 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കേസ് എനിക്കറിയത്തില്ല കേട്ടോ. അത് കറക്റ്റ് ചോദിച്ചിട്ടൊക്കെ ഇട്ടാൽ മതി. പിന്നെ ഉപയോഗിക്കുന്നതാണ് നാച്ചുറൽ സൺ എക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീമാണിത്. ഇത് 50+ ആണ്. PA+++++, 4+ ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും 50+ ഉള്ള സൺ പ്രൊട്ടക്ഷൻ ക്രീമാണ് ഉപയോഗിക്കുന്നത്. കാരണം നമുക്കിവിടെ ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ. പിന്നെ ഈ PA++ കൂടുതൽ ഉപയോഗിക്കണം നല്ലതെന്ന് വെച്ചാൽ കുറേ യൂട്യൂബേഴ്സ് ചെയ്യണ കണ്ടിട്ടുണ്ട്. അതാണ് നല്ലതെന്ന് പറയുന്നത്. ഇതിനൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മാത്രം ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഒരു ഫംഗ്ഷന് പോകാം. കാരണം ഇത് അത്യാവശ്യം സൺ പ്രൊട്ടക്ഷൻ ക്രീമും ആണ്. ഈ ചെറിയ ചെറിയ മാർക്കുകളൊക്കെ കവർ ചെയ്ത് ചെറിയൊരു ഗ്ലോ തരും. എന്ന് വെച്ചാൽ ഓയിലി സ്കിൻകാർക്കും നല്ലതാണ്. കാരണം ഓയിലി സ്കിൻകാർ കണ്ട മൂക്കൊക്കെ ഇരുന്ന്, അപ്പോൾ എനിക്ക് ഈ ഭാഗത്ത് കുറേ ഓയിലി ഉള്ളതാണ്. അപ്പോൾ ഓയിലി സ്കിൻകാർക്കും ഇത് നല്ലതാണ്. അങ്ങനെ അലർജിയോ, ഇതിപ്പോൾ എനിക്കൊന്ന് 2ാമത്തെ ആയിട്ടോ. ഞാൻ കാണിച്ചൊരു വെള്ള കളറാണ്. ആദ്യം വിചാരിക്കും ഇത് വൈറ്റ് വാഷ് അടിച്ചൊരിക്കണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇതങ്ങ് സെറ്റായി കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതിൻ്റെ ലവറായി മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും കഴുത്തിലും കൂടി ഇടുക. അല്ലെങ്കിൽ എല്ലാവരും എന്നാ ചിലവരൊക്കെ കളിയാക്കും, ഭയങ്കര പുട്ടിയാണല്ലോ എന്ന്. അപ്പോൾ ആ പുട്ടി മുഖത്ത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അവിടെയൊക്കെ കാണാൻ പറ്റും. അപ്പം ഇത്രയും സാധനം ഞാനിട്ടുണ്ട്. സൺ പ്രൊട്ടക്ഷൻ ക്രീമിന് ഒരു പിശുക്കും കാണിക്കരുത്. അളവൊക്കെ പറഞ്ഞ കേൾക്കാം. ഈ 4 വിരലിൽ നീട്ടത്തിൽ അതാണ് അളവ് എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഇങ്ങനെ ഇട്ട് ശീലിച്ചുകൊണ്ടാണ് പിന്നെ അങ്ങ് പാരിപ്പരിച്ച് അങ്ങോട്ട് തേക്കും. അപ്പോൾ കണ്ടോ, ഇതിപ്പോൾ കാണാൻ പറ്റുന്നത് ബ്ലെൻഡായി ശരിക്കും. കണ്ടോ, ഈ വെള്ള കാണുമ്പോൾ ആരും പേടിക്കണ്ട. ഇതിടുക. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ തേക്കുന്നൊന്നും ശരിയായ ഇതല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ മേളിലേക്കൊക്കെ ഇങ്ങനെ തേക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാനിങ്ങനെ ശീലമായി പോയെന്നേ. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ കേട്ടോ, ഞാൻ കണ്ണിൻ്റെ മുകളിലും എല്ലായിടത്തും തേക്കും. ചെവി വരെ തേക്കും. കണ്ടോ, ഇപ്പം കംപ്ലീറ്റ് പോയി. ഇപ്പം തന്നെ എൻ്റെ സ്കിന്നിന് എനിക്ക് ഫീൽ ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഇത് കണ്ടോ, നല്ലൊരു തിളക്കം കണ്ടോ ഇവിടെയൊക്കെ. ഈ സാധനം മാത്രം മതി. അല്ല ഇച്ചിരി ഇവിടെയൊക്കെ ഒരു പാട് ഇച്ചിരി ഒന്ന്
മങ്ങിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ 2 സാധനം സ്കിന്നിന്റെ മേക്കപ്പ് അല്ല. ഈ 2 സാധനവും നമുക്ക് സ്കിൻ കെയർ ആണ്. സ്കിന്ന് നന്നായിട്ട് നോക്കുന്നവര് ഒക്കെ ഉപയോഗിക്കേണ്ട സാധനമാണ് 2ഉം. ഇനി മേക്കപ്പിന്റെ ഒരു സാധനം ഞാൻ പറയാം. അങ്ങനെ മേക്കപ്പ് പുട്ടി അടിക്കുന്നു പറയരുത് കേട്ടോ. ഇത് ഫേസസ് കാനഡയുടെ 3-in-1 കണ്ടോ. ഫേസസ് കാനഡയുടെ 3-in-1. ഇതിന്റെ ഷെയ്ഡ് കൊടുത്തിട്ടില്ലേ? ഷെയ്ഡ് കാണാനില്ല കേട്ടോ. SPF 30 ഇതിലുണ്ട്. ഓൾ ഡേ ഹൈഡ്രാ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. ഇത് തീരാനായിട്ടോ. ഇത് ആധാരം വെക്കേണ്ട റേറ്റ് ഒന്നുമില്ല, 325 രൂപ ഉള്ളൂ. ഈ ഒരു സാധനം പുട്ടി അടിച്ച പോലെ തോന്നത്തേ ഇല്ല. അതായത് പെങ്ങൾക്കോ ഭാര്യക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൺപിള്ളേര് കുറച്ചൊക്കെ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ. ആൺപിള്ളേരും പെൺപിള്ളേരും ഇന്നത്തെ കാലത്ത് മേക്കപ്പ് ചെയ്യും. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ മാത്രം ഇതല്ല, ആൺപിള്ളേരും ചെയ്യാറുണ്ട്. അവർക്കും പറ്റിയതാണ് കേട്ടോ. അഫോർഡബിൾ പ്രൈസ് ആണ്, നല്ല ടോണാണ്. അതായത് പണ്ടൊക്കെ ഫൗണ്ടേഷൻ ഉപയോഗിക്കുമ്പോൾ എന്താണ്ട് ഒരു വാരി വലിച്ച സിമെന്റ് ഇട്ട പോലെ തോന്നും. പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാവേ. ഇതിന്റെ ഒരു കളർ കാണിച്ചു തരാം. ഇത് മേടിച്ചത് ആമസോണിൽ നിന്നാണ്. അപ്പൊ അതിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ കേട്ടോ. കുറെ ഓൺലൈൻ മേടിക്കണോണ്ടേ കണ്ട് ഇത്രയും എടുത്തിട്ടുണ്ട് ഞാൻ. നോക്കി ഇത്രയും. അപ്പോൾ ഡോട്ട് ഈ ഡോട്ട് ഇടലാണ് എൻ്റെ പരിപാടി കേട്ടോ. ഇവിടേക്കാണ് എനിക്ക് പാടുകൾ കൂടുതലുള്ളത്. ഇവിടേക്കിടും, ഇവിടെയിടും, ഇവിടേക്ക് എല്ലായിടത്തും ഇട്ട്. എന്തായാലും ഒരു വഴിക്ക് പോകണല്ലേ, എല്ലായിടത്തും ഇട്ട്. സെയിം കഴുത്തിലിടാൻ മറക്കരുത്. കഴുത്തിലിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഞാനിങ്ങനെ തേച്ച് കഴുത്തിൽ നന്നായിട്ട്, നിങ്ങൾ എന്നെ പറയിപ്പിക്കരുത് കേട്ടോ. കാരണം ഇത് നന്നായിട്ട് തേക്കാതെ സാറ ചെയ്ത വീഡിയോയിൽ കണ്ടതാണ്. പിന്നെ എടുത്ത് പറയുവാണ്, നിങ്ങൾ നന്നായിട്ട് ഇത് ചെയ്യണത് എന്നുവെച്ചാൽ നല്ലോണം ഇങ്ങനെ കണ്ടിട്ട് ഇത് കംപ്ലീറ്റ് പോയില്ലേ. പിന്നെ ഇവിടെ ഫേസിൽ ഞാനൊക്കെ മറ്റേ ക്രീമൊക്കെ ഇത് ബ്രഷൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നവർക്കൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ. എനിക്കത് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്രഷൊക്കെ വലിയ കാര്യത്തിന് വാങ്ങിച്ചു. പക്ഷെ എനിക്ക് എന്തോ ഒരു സമാധാനക്കേട്. ചെവിയും വിടരുത്. ഇത് എന്ന് പറയുന്നത് പക്ക മേക്കപ്പ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ചെയ്യത്തില്ലായിരുന്നു. നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പൊ നിങ്ങൾ ഇത് ചുണ്ടിന്റെ ഓടപ്പനെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഫുള്ള് കണ്ട എല്ലായിടത്തും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് എന്നെ കാണാൻ മറ്റേ പപ്പാനിക്കളിക്ക് പോണ ആൾക്കാരെ പോലെ തോന്നും. മൊത്തത്തിൽ കണ്ടോ ഇങ്ങനെ മൊത്തം മൂടിയിരിക്കണ ഒരു അവസ്ഥ നിങ്ങൾക്ക് തോന്നും. പക്ഷേ അതൊരു സെക്കൻഡ് കഴിയുമ്പോൾ അത് അങ്ങില്ല. അപ്പൊ നമ്മൾ ഈ പിരികത്തിന്റെ അവിടെ നിന്ന് ഇതങ്ങോട്ട് തൂത്തുകളയാ. പിരികം തെളിഞ്ഞല്ലോ കണ്ടോ, തൂത്തുകളയാ. പിന്നെ ഈ കണ്ണിന്റെ ഈ പീലിയുടെ അവിടെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതങ്ങ് തൂത്തുകളയാ. ഇതും തൂത്തുകളയാ. അപ്പൊ ഏകദേശം എല്ലായിടത്തും ആയി. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് ഇതൊരു ഓയിലി പോലെ അല്ലെങ്കിൽ ഒരു ഇതുപോലെ തോന്നും, ഒരു ഒട്ടല് പോലെ ഉണ്ടല്ലോ ചേച്ചി, ചെറിയൊരു ഒട്ടല് പോലെയൊക്കെ തോന്നും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അത് മാറും. പക്ഷെ അപ്പൊ അതിനൊരു കംഫർട്ടിന് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു മനപ്രയാസം മാറാൻ വേണ്ടിയിട്ട് മെബ്ലിന്റെ ഫിറ്റ് മീ എന്ന് പറഞ്ഞിട്ട് ഇതൊരു സെറ്റിംഗ് പൗഡറാണ്. ഇതൊക്കെ പൊട്ടിയിട്ടാ ഇവിടുന്ന് പൊട്ടിപ്പോയി. അപ്പൊ ഇത് നല്ലതാണ്. ഇതിന് വില വരുന്നത് ഇത് സൺബീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ഒരു മീഡിയം സ്കിൻ ടൺ മുതൽ, അതായത് എന്റെയൊക്കെ സ്കിൻ, എൻ്റെ അത്ര കളറൊന്നുമില്ല കേട്ടോ, എനിക്ക് ലൈറ്റ് ഉള്ളതുകൊണ്ടാണ്. എനിക്കൊരു മീഡിയം ടാൻ ടോണാണ്. അത് മുതൽ താഴേക്കുള്ളവർക്കും നല്ലതാണ് ഇത്. പിന്നെ കളറുള്ളവർക്ക് എല്ലാം ഇത് നന്നായിട്ട് ചേരും തോന്നുന്നു. അപ്പൊ ഇത് ഞാൻ ഇതും നമുക്ക് വേണമെങ്കിൽ മറ്റേ ബ്രഷൊക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കട്ടെ. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഒരു പരിപാടിക്കൊക്കെ പോണെങ്കിൽ മാത്രമാണ് ഈ സാധനം രണ്ടും, ലാസ്റ്റ് ഇട്ട ഫൗണ്ടേഷനും ഈ ഒരു സെറ്റിംഗ് പൗഡറും, അല്ലെങ്കിൽ ആ സൺ പ്രൊട്ടക്ഷൻ ക്രീം മാത്രം മതി. നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. ആമ്പിള്ളേർക്കും അതുപോലെ തന്നെ ആ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഉപയോഗിക്കാം കേട്ടോ. നല്ല അടിപൊളിയാണ്. നിങ്ങൾ ഒരു തവണ വാങ്ങിച്ചു നോക്കണം. അത് ഞാൻ ആവർത്തിച്ച് പറയണത് എന്താണെന്നറിയാവോ, അത് ഞാൻ കുറേ നാളെ ഉപയോഗിക്കുന്നത്, 2ാമത്തെയും 3ാമത്തെയും കണ്ടായി. പിന്നെ ഈ സാധനവും ഓയിലി സെൻസിറ്റീവ്, അതായത് എനിക്ക് ഇത്രയും ഭാഗം മാത്രം കുരു വരും, ഇവിടെ നല്ല സ്കിന്നാണ്, ഇവിടെ ഓയിലി ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് പറ്റിയ പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ ഈ കാണിച്ചതെല്ലാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ഒരു സ്കിന്നിന് പറ്റിയ പ്രൊഡക്റ്റ് നോർമൽ സ്കിന്നുകാർക്ക് സ്വാഭാവികമായിട്ടും പറ്റണം. അതെൻ്റെ ഒരു ചിന്താഗതിയാണ് കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങൾ കഴിഞ്ഞല്ലോ. ഇനി നിങ്ങളെ കാണിക്കാനാണ് ഇത്രയും കോലാഹലം ചെയ്യുന്നത് കേട്ടോ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ
നമ്മുടെ ഐ ഷാഡോ സ്ട്രൈറ്റ് അത് അങ്ങനെ ഞാൻ എപ്പോഴും ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ. അതിലിത് കണ്ടോ ഈ ബ്രൗണും ഇങ്ങനത്തെ കളറുകൾ, ഈ പച്ച മഞ്ഞ മജന്തേക്കൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. എനിക്കിങ്ങനെ ന്യൂഡ് കളർ, അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്യും കണ്ടോ. ഈ ബ്രൗണും ഇതൊക്കെ കുത്തി വരച്ചിട്ടേക്കാം, മിക്സ് ചെയ്തിട്ട്. അതും ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്യണത്. എനിക്ക് കുറച്ച്, പക്ഷെ ഇത് ബ്രഷ് കൊണ്ട് ചെയ്യണത് നല്ലതായിരിക്കും കേട്ടോ. ഈ കണ്ണിൻ്റെ ഈ ലൈനില്ലേ, ഇവിടെ ഒരു മടക്കുണ്ട്, അവിടം വരെ ചെയ്യണതാണ് നല്ലത്. ഞാൻ ഏതോ ഒരു വ്ളോഗർ ചെയ്യണ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ഭംഗിയാവുന്നു. അപ്പോൾ കണ്ടോ, ഈ സാധനം ഞാൻ താഴെ ചെറുതായിട്ടൊന്നിടും. അപ്പം ഞാനത് രഞ്ജിമാർ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ താഴെ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിങ്ങനെ നല്ല ബൾബ് പോലെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. ഇനിയാണ് എൻ്റെ കണ്ണ് നല്ലതാണെന്ന് പറയുന്നവരോടാണ് കേട്ടോ. ഇത് ലാഷാണ്, മസ്കാരയാണ് മെബ്ലിൻ്റെ ലാഷ് സെൻസാർട്ടിനോളോ അങ്ങനെ എന്തൊക്കെയോ പേര് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സെർച്ച് ചെയ്തൊക്കെ കിട്ടും കേട്ടോ. ഈ സാധനം വാട്ടർ പ്രൂഫാണ്. വാട്ടർ പ്രൂഫ് സാധനങ്ങളൊന്നും ഉപയോഗിക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്നും ശ്രദ്ധിക്കാറേ ഇല്ല. ചാകുമ്പോൾ ചാകട്ടെ എന്നുള്ള രീതി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് മസ്കാര കണ്ടോ, ഈ ഒരു ബ്രഷുള്ള സാധനങ്ങൾ വീട്ടിലെ ചേച്ചിമാർ ഉപയോഗിക്കണം കണ്ടിട്ടില്ലേ. അപ്പം ഇത് വെച്ചിട്ട് ഇങ്ങനെ നേരെ ചെയ്യണേക്കാളും നല്ലത് ഇങ്ങനെ ചരിഞ്ഞ് ചെയ്യണമെങ്കിൽ ഈ പീല് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. ഇങ്ങനെ നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ കണ്ണും തമ്മിൽ വ്യത്യാസം കണ്ടോ. അത് ചെയ്യാം. ഇതൊക്കെ ഞാൻ എന്തെങ്കിലും അടിപൊളിയായിട്ട് വല്ല മീറ്റിംഗ് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് പോകേണ്ട സ്ഥലമൊക്കെ ഉണ്ടെങ്കിലാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യണത്. അല്ല ഹോസ്പിറ്റലൊക്കെ പോകുന്ന നേരത്ത് ഈ മസ്കാര തേക്കും, പിന്നെ ആ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇടും, ആ സിറം ഉപയോഗിക്കും. പിന്നെ അറിയാലോ ലിപ്സ്റ്റിക്ക് ഇല്ലാതെ അയ്യോ ആലോചിക്കാനേ വയ്യ. ലിപ്സ്റ്റിക്ക് ഇല്ലാതെ ഇത്രയും സംഭവങ്ങളായല്ലോ. ഇനി നമുക്കൊരു സാധനം കൂടി ചെയ്യാനുണ്ട്. ഞാൻ ചെയ്യാൻ പോണത് ഒരു ഹാഫ് ആൻഡ് ഹാഫ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി കേട്ടോ. അത് ഞാൻ എന്തോരം ഓൺലൈനിൽ കണ്ടതാണ്. അപ്പോൾ അവർക്കൊരു ബ്രഷ് ഉണ്ട് ഇങ്ങനെ അറ്റത്ത്, പിന്നെ അറ്റത്തൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഐബ്രോസ് എനിക്കുണ്ട്, വലിയ കുഴപ്പമില്ല. പക്ഷെ ഇവിടെയൊക്കെ ഈ ഡാൻഡ്രഫ് തലയിൽ വന്നപ്പോൾ ചെറിയൊരു ഫില്ലിങ്, അത് ഇവിടെ നിന്നൊക്കെ ഞാൻ പറിച്ചെടുത്തതാണ് മാന്തിയിട്ട്. ഐബ്രോസൊക്കെ എനിക്ക് കടിക്കുമായിരുന്നു, ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒരു ഔട്ടർ മാത്രം ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ മറ്റേ കുട്ടികളൊക്കെ ജനിച്ചപ്പോൾ ഉള്ള പിരികം പോലെ ഇരിക്കും, നാച്ചുറാലിറ്റി തോന്നില്ല. ഓക്കെ, ഇതിനെ ഇനി ബ്രഷ് കൊണ്ടൊന്ന് ഈരി സെറ്റ് ചെയ്യണം കണ്ടോ. സെറ്റ് ചെയ്യാം കണ്ടോ. ഇതൊക്കെ ആമ്പിള്ളേരും ചെയ്യണവരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇപ്പം ആമ്പിള്ളേര് പെമ്പിള്ളേരൊന്നും ഇല്ല, മേക്കപ്പ് എല്ലാവർക്കും ചെയ്യാന്നേ. എല്ലാവരും കണ്ടോ പിരിക്കാം സെറ്റായില്ലേ കണ്ടോ. ഇവിടെയൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ട് എനിക്ക്. ഞാൻ ഈ താരൻ തലയിലുള്ളതുകൊണ്ട് പറ്റിയതാണിത്, എനിക്ക് ശ്രദ്ധിക്കാറില്ല. അപ്പം അങ്ങനെ പിരിക്കും ഞാൻ നല്ലോണം ഈരി വെച്ചിട്ടുണ്ട്. സെറ്റായില്ലേ. ഇനിയാണ് മക്കളെ മനസ്സിലാവും നിങ്ങൾക്ക് ഇനി എന്തായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. ലിപ്സ്റ്റിക്ക്, എൻ്റെ പൊന്നോ, ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു ലൈനർ ലിപ്സ്റ്റിക്ക് ഇട്ടതിന് നമ്മുടെ കാക്കാച്ചേട്ടൻ ഓർക്കണ്ട, കാക്കാച്ചേട്ടൻ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത്. ഇത് ലിപ്പ് പെൻസിൽ എന്ന് പറയാം കേട്ടോ. ലിപ്പ് പെൻസിൽ ഇരിക്കണത് നമുക്ക് നമ്മുടെ ലിപ്പ് നല്ല കറക്റ്റ് ഷേപ്പായിട്ട് ഒരു ഔട്ടർ കിട്ടാനാണ് ശരിക്കും. എനിക്ക് പിന്നെ ന്യൂഡ് ഷെയ്ഡൊക്കെ ഇല്ലേ, അതായത് ന്യൂഡ് ഷെയ്ഡൊക്കെ ഭയങ്കര കളറുള്ളവർക്ക് ചേരത്തുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം ഞാൻ ആ ന്യൂഡ് ഷെയ്ഡൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് കളറിലെ പെൻസിൽ കണ്ട, ചുണ്ട് ഡാർക്ക് കളറിലെ പെൻസിൽ വെച്ചിട്ട് ഔട്ടർ ചെയ്തിട്ട് ന്യൂഡ് അടിക്കും. അപ്പം നല്ലതായിരിക്കും. ഇതാണ് മെയിൻ. അതായത് ഒരു മിനിമം 2-3 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഞാൻ ഈ ലിപ്സ്റ്റിക്ക്, ഈ ഷെയ്ഡ്. അയ്യോ കുറേ ഷെയ്ഡ് ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഇത് മെബ്ലിൻ്റെ സൂപ്പർ സ്റ്റേ സീക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. സീക്കർ നല്ല ഷെയ്ഡാണിത്. അതായത് നമ്മളുടെ നാട്ടിൽ ഈ കറുപ്പ് വെളുപ്പ് മീഡിയം അതൊക്കെ നിൽക്കണോണ്ട് എല്ലാ ടോൺകാർക്കും ഡാർക്കായിട്ട് അടിക്കാം, ലൈറ്റായിട്ട് അടിക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ രാവിലെ തേച്ച് കഴിഞ്ഞാൽ കുറേ ഭക്ഷണമൊക്കെ വായി വലിച്ച് തിന്നാലും വൈകുന്നേരം ആകുമ്പോഴെങ്കിലും ഒരു പകുതിയെങ്കിലും അവിടെ ഉണ്ടാവും. ഇടയ്ക്ക് പോയി ലിപ്സ്റ്റിക്ക് തേക്കേണ്ട ആവശ്യമില്ല. ചില സമയത്തൊക്കെ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് സെപ്പറേറ്റ് ആയിട്ട് റിമൂവ് ചെയ്തില്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോഴും ഉണ്ടാവും കുറച്ച്. അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല കേട്ടോ.
അങ്ങനെ കുറേ ശ്രദ്ധിക്കണം നമ്മൾ സ്കിന്നിട്ട നോക്കുന്നവർ. അപ്പം ഇതങ്ങനെ എടുക്കുക, തേക്കുക. താഴെ മാത്രമേ തേച്ചിട്ടുള്ളൂ. ഇനി മതി. ഇനി ഞങ്ങളെ കൈ കൊണ്ട് ഒന്ന്, ഞാൻ കൈ കൊണ്ട് തേക്കണ ആളായതുകൊണ്ട് എൻ്റെ കൈ കൊണ്ടെന്ന് പറയണേ കേട്ടോ. ലിപ്സ്റ്റിക്ക് തേച്ച എന്നെ കാണാനാണ് എനിക്കിഷ്ടം. എന്നെ കാണാൻ എനിക്കിഷ്ടമുള്ള കോലത്തിൽ വേണ്ടേ ഞാൻ ഇറങ്ങാൻ, അല്ലേ? നമുക്ക് നമ്മളെ കാണാൻ ഏതിലാണ് ഇഷ്ടം അതിൽ വേണം നമ്മൾ ഇറങ്ങാൻ. സെറ്റല്ലേ? അപ്പം ഞാൻ ഒന്നും കൂടി ഔട്ടർ ഒന്ന് വരച്ചു കൊടുത്തു കേട്ടോ. സെറ്റായി. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ചില സമയത്ത് ഇരിക്കുകയോ കൂടുതലായിപ്പോയോ അല്ലെങ്കിൽ കുറവായിപ്പോയോ, അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ എടുക്കുക, ഒട്ടിക്കുക, കഴിഞ്ഞു. ഇനിയാണ് മക്കളെ നമ്മളുടെ ഹൃദയം എന്ന് പറഞ്ഞ മൂവി പറഞ്ഞാൽ ഒരു കുഞ്ഞി കുഞ്ഞി സാധനമുണ്ട്. പൊട്ടൊക്കെ തീരാറായുള്ള ദൈവമേ, മേടിക്കണം. ഒരു കുഞ്ഞി പൊട്ട്, ഭയങ്കര പണിയാക്കി കുഞ്ഞി പൊട്ടെടുക്കാൻ. അത് പോയി. പൊട്ടെടുക്കുക, തൊടുക, ഫിനിഷ്. സെറ്റായില്ലേ? ഇനി കാർക്കൂന്തലാണ് മക്കളെ. കാർക്കൂന്തല്ല പ്രത്യേകിച്ച് തോന്നില്ല എനിക്ക്. അത് ഇങ്ങനത്തെ ഉരുണ്ട ചിപ്പാണ്ട് ഉപയോഗിക്കണം. അപ്പം നല്ല ഭംഗിയായിട്ട് സെറ്റായിട്ട് കിടക്കും. നമുക്ക് ഈ അയണിങ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ മുടിക്ക് എപ്പോഴും അത് കംപ്ലൈൻ്റ് ആണ്. ഞാൻ ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ മുടി, പക്ഷേ ഹെയർ ഫോളൊക്കെ കൂട്ടും അതിന്. അത് നമ്മളിങ്ങനെ നന്നായിട്ട് ഈ ചീപ്പും കൊണ്ട് സെറ്റ് ചെയ്തിടുക. അപ്പം ഇവിടുത്തെ ഈ WW മുടികളൊക്കെ കുറേ അതൊക്കെ ഇതാവും. തവേ നരയൊക്കെ വന്നു തുടങ്ങി. നരയൊക്കെ എനിക്ക് നരച്ച മുടിയൊക്കെ വരാൻ തുടങ്ങിയിട്ടൊരു 2-3 വർഷമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ ഞാൻ ആ ഫ്രണ്ട് ഭാഗം മാത്രം പാർലറിൽ പോയിട്ട് ബ്ലാക്ക് കളർ ചെയ്യും. ഫ്രണ്ട് ഭാഗം മാത്രം, ബാക്കിലൊന്നും ഞാൻ ചെയ്യാറില്ല. കാരണം എനിക്ക് കാണുന്ന പോർഷൻ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. നാട്ടുകാർ കണ്ടോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. കാരണം എനിക്കൊരു കോൺഫിഡൻസ് പോകാതിരിക്കാൻ ഞാൻ ഈ ക്രൗൺ ഏരിയയിൽ മാത്രമാണ് ചെയ്യുന്നത്. സെറ്റായില്ലേ? മുടിയാണ് സെറ്റായി. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു വാച്ചെടുത്ത് കിട്ടും. ഇനി കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സ്ഥിരം പോസ്റ്റർ. എല്ലാവരും ഇതിനെ കളിയാക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇതാണ് കോൺഫിഡൻറ്റ്. എനിക്ക് ഇങ്ങനെ പിടിക്കുന്നത്, ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ എന്തോ പോലെ ഉണ്ട്, ഇങ്ങനെ പിടിച്ച് എന്തോ പോലെ. പക്ഷെ ഇങ്ങനെയൊക്കെ നോക്കി എനിക്ക് ഇഷ്ടമുള്ളതിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യും. പിന്നെ ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു 3 ലൈറ്റ് ഉണ്ട്. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, കണ്ടല്ലോ ഇത്രയും ഭാഗം. പിന്നെ ഇതിൻ്റെ മുകളിൽ ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ട്യൂബ് ഉണ്ട്. ഇവിടെ കണ്ടോ 4-8 ജനലുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ഫോട്ടോ എടുക്കുമ്പോൾ ചിലതിലെല്ലാവരും ഭയങ്കര കുട്ടിയാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പം അതെങ്ങനെ വരുന്നതെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാവേ. കണ്ടോ ഈ ജനലിൻ്റെ ഭാഗത്താണ് ഞാൻ. അപ്പം ഇത്രയും വെളിച്ചം നോക്കട്ടോ, ടോൺ മാറുന്നത് കണ്ടോ. ഇത്രയും വെളിച്ചം എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനെ നിങ്ങൾ കുട്ടിയെന്ന് പറയരുത്, വെളിച്ചത്തിൻ്റെയാണ്. എനിക്കപ്പോൾ ചോദിക്കും ഞാൻ വെളുത്ത് കാണിക്കണതല്ല. എനിക്കിങ്ങനെ പാടുകളൊക്കെ ഇല്ലാതെ ക്ലിയർ ആയിട്ടിരിക്കുന്ന സ്കിൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നീങ്ങും തോറും ഓക്കെ സ്കിൻ ടോൺ മാറുന്നത് കണ്ടോ. ഇപ്പോൾ വേറെ ലൈറ്റിലേക്ക് വന്നു, വേറെയായി. അപ്പോൾ എല്ലാവരും ഈ ലൈറ്റും സാധനങ്ങളൊക്കെ മേടിച്ച് നോക്കുക വട്ടത്തിൽ. അപ്പോൾ ആ വട്ടം ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ അത് കണ്ണിലിങ്ങനെ വട്ടം പോലെ കാണുന്നുണ്ടോ മേടിക്കാതെ. ഞാൻ വീണ്ടും നമ്മുടെ വാശേരിയെത്തി കണ്ടോ. അപ്പോൾ ദയവ് ചെയ്ത് കുട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നവർക്ക് പറയാം, ഞാൻ ചെയ്യുന്നത് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ 2-3 ഫോട്ടോ എടുക്കട്ടെ ഇതിൽ നിന്ന്. പിന്നെ ഇന്നിപ്പോൾ ഞാൻ കണ്ണെഴുതിയിട്ടില്ല. കണ്ണെഴുതാറുണ്ട് ഞാനിങ്ങനെ ഈ
അറ്റം മാത്രം ചെറുതായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുള്ളൂ. ഫുൾ അങ്ങനെ എഴുതലൊക്കെ വല്ല ഓണം വിഷു ഒക്കെ വരുമ്പോഴൊക്കെ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, എല്ലാ പ്രൊഡക്റ്റും ഞാൻ വാങ്ങിച്ചത് ഓൺലൈനിൽ നിന്നാണ് കേട്ടോ. അതിൻ്റെ ലിങ്കുകളെല്ലാം മാക്സിമം ഞാൻ ഷെയർ ചെയ്തേക്കാം. പിന്നെ ലാസ്റ്റ് ഉപയോഗിക്കുന്ന ക്ലെൻസർ ഫേസ് വാഷിന് പകരം 2 ദിവസം കൂടുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. തരിയരി കുരുവുള്ളവർക്കും ഇങ്ങനെ ഹോളുകൾ പോലത്തുള്ള സ്കിന്നിന് നല്ലതാണ്. അല്ലാത്ത ദിവസങ്ങൾ സെറ്റാഫിലിൻ്റെ ഫേസ് വാഷ് നമ്മളുടെ സ്കിൻ നോക്കി വാങ്ങിച്ച് ഉപയോഗിക്കാം.